ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൻറ്റി ക്രൈസ്റ്റ് കന്യാസ്ത്രീകളെ അവരുടെ വൃത്തികെട്ട ഡ്രസ്സ് കണ്ടാൽ മതി, ഏത് കളറാണെങ്കിലും അതിൻ്റെ ഉടുപ്പ് പൊന്തിച്ച് ഓടുന്ന ടൈപ്പ് അടിച്ചോടിക്കണം, ഇങ്ങനെ ആൻറ്റി ക്രൈസ്റ്റ് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട്. ശോഷിച്ച റോമൻ കാത്തലിക്കും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസും വളിഞ്ഞ മോന്തി ഒന്ന് ഓർത്ത് നോക്കുക, അവരുടെ ചൈൽഡ്ഹുഡ് ഫേസ് നോക്കുക. അത് അങ്ങനെയാണോ? അല്ല. യേശു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തേനെ. നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് തമ്മിൽ കുഴി ചാടിക്കണ വിഡിത്തം മാത്രം പറഞ്ഞു കൊടുക്കും. വിവരമാണ് ഓതി കൊടുക്കേണ്ടത്. അതാണ് പ്രാർത്ഥന. ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. അയാൾ ഓൾറെഡി ശവമായവർക്ക് വീണ്ടും ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ 3.5 വർഷത്തിനുള്ള പബ്ലിക് സർവീസ് ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ ആരാധിച്ച് ജീവനില്ലാത്ത കനിയുടെ പെയിൻ്റ് അടിച്ച സിസ്റ്റർമാരുടെ വിഗ്രഹങ്ങൾ ആരാധിച്ചെന്ന് പറഞ്ഞിട്ട് ചന്ദനത്തിരിയും ജീവനില്ലാത്തതിനെ ഒന്നും സെൻസിലൊന്നുമില്ല. അതിന് വിഗ്രഹങ്ങൾ ആരാധിച്ചെന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുത്താനെ 3.5 വർഷം പബ്ലിക് സർവീസിൽ വിഗ്രഹങ്ങൾ കയറ്റി വെച്ച് ഒടിഞ്ഞാലും സല്ലോട്ട് എന്ത് ഒട്ടിച്ച് ചന്ദനത്തിരിയും പൂമഞ്ചിയും എന്തിനാ ജീവനില്ലാത്തത് ആരാധിച്ച് നടക്കണം. കുട്ടിയും പീടിയും വലിച്ച് നടക്കണവർക്ക്, ശോഷിച്ച അവസ്ഥയിൽ കുറുങ്ങി നടക്കണവർക്ക് എന്തിനാ വീണ്ടും ശവപ്പെട്ടിയുടെ കാര്യം, വീണ്ടും പൂമഞ്ചിയുടെ കാര്യം? എന്താ? അവർക്ക് ജീവനില്ല. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ പ്രാർത്ഥിക്കേണ്ടതും സദ്വചനങ്ങൾ, സ്ട്രോങ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. അതാണ് പ്രാർത്ഥന. അയാൾ ശോഷിച്ചതെല്ലാം കാണിച്ചിട്ട് വിഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവനില്ലാത്ത മരിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ജൽപ്പനും ജപമാനും അരോചകമാണ്. അപ്പോൾ മനസ്സിലാക്കുക, അങ്ങനെ യേശുവ വരെ ചെയ്തിട്ടില്ല, യേശുവ മറിയാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 550 AD ഈ റോമൻ കാത്തലിക്സ് ആൻറ്റി ക്രൈസ്റ്റ് വന്നപ്പോഴാണ് ഓരോന്ന് പറയണത്. ഈ പെണ്ണുങ്ങളെന്ന് പറയണവർ വട്ടും പുട്ടും എന്ന് പറഞ്ഞ് നടക്കണവർ, ഈ ജീവനില്ലാത്ത റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും ചെയ്യണവർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മുങ്ങി നീ വരുന്നത്? ഇല്ല. അവർ വട്ടു തന്നെ സെലക്ഷൻ ശരിയാവുണ്ട്. വളിഞ്ഞ ചാണകമോന്തും കുരുട്ടുമോന്തും ഉണ്ടാക്കിയിട്ട് ജ്യൂസ് കൊണ്ട് വയ്ക്കും അവരെ കാണാൻ പോകുമ്പോൾ. അത് കുടിക്കാൻ തോന്നിയാൽ ഇറക്കാൻ സമാധാനം പറ്റുള്ളൂ? ഇല്ല. അങ്ങനെയുള്ള ചാണകമോന്തനും കുരുട്ടുമോന്തനും ഉണ്ടാക്കാൻ അവർക്ക് നാണാവില്ലേ? ഒരു ഇമ്പമായ മോന്തുണ്ട്, അത് ഇട്ട് സെലക്ഷൻ ശരിയാവാണ്ട് വളിഞ്ഞ മോന്തകൾ ഉണ്ടാക്കി വയ്ക്കാൻ എത്രത്തോളം വിഡിത്തുണ്ട് അവരുടെ തലയിൽ. തമ്മിൽ കുഴി ചാടിക്കുന്നത്. നിങ്ങളുടെ മറവി രോഗം ഞാൻ മാറ്റി തരാം. തമ്മിൽ കുഴി ചാടിക്കണ ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കുക എന്താ വ്യത്യാസം.